നോക്ക് എന്താണ് ലെൻസസ്? ഓക്കെ, ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, എ ലെൻസ് ഈസ് എ അല്ലേ, എന്താണ് എ ലെൻസ്? എ ലെൻസ് ഈസ് എ ട്രാൻസ്പാരന്റ് ഒപ്റ്റിക്കൽ മീഡിയം ബൗണ്ടഡ് ബൈ ടു സർഫേസസ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് വിച്ച് ഈസ് കർവ്ഡ്. എന്താ പറയുന്നത്? നോക്ക്, രണ്ട് പ്രതലങ്ങളാൽ അതിരിടപ്പെട്ട സുതാര്യമായ ഒപ്റ്റിക്കൽ മീഡിയം ആണ് ലെൻസ്. അതിൽ കുറഞ്ഞത് ഒരു പ്രതലം വളഞ്ഞതായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് രണ്ട് സർഫേസസ് ഉള്ള, എന്താ പറയുക, രണ്ട് സർഫേസസ് ഉള്ള ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ മീഡിയമാണ് എന്ത് ഒരു ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും എന്തായിരിക്കണം? വളഞ്ഞതായിരിക്കണം. ഓക്കെ, ഇനി നോക്ക്, എന്താണ് കോൺവെക്സ് ലെൻസ്? എ കോൺവെക്സ് ലെൻസ് ഈസ് thicker at the center and thinner at the edges. It is also called a converging lens because it converges parallel rays of light towards the principal focus. നോക്ക്, കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? മധ്യഭാഗത്ത് കട്ടിയും അരികുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, സമാന്തര പ്രകാശ രശ്മികളെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനാൽ ഇതിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കുന്നുണ്ട്? കൺവേർജിങ് ലെൻസ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോ, അതിൻ്റെ ഉദാഹരണം നോക്കിക്കോ. നോക്ക്, ഇത് കണ്ട, ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെ കട്ടി കൂടുതലും ഇവിടെ എന്തായിരിക്കും? കട്ടി കുറഞ്ഞതുമായിരിക്കും. ഇതാണ് കോൺവെക്സ് ലെൻസ്. അതുപോലെ ഇതിന് കൺവേർജിങ് ലെൻസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ലൈറ്റ് റേസിന് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൺവേർജിങ് ലെൻസ്. ഓക്കെ, ഇനി നോക്ക്, എന്താണ് കോൺകേവ് ലെൻസ്? ഓക്കെ, a concave lens is thinner at the center and thicker at edges. It is also called a diverging lens because it diverges parallel rays of light. Okay, concave lens മധ്യഭാഗത്ത് കനം കുറഞ്ഞതും അരികുകളിൽ കട്ടിയുള്ളതുമായ ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഓക്കെ, നോക്ക്, സമാന്തര പ്രകാശ രശ്മികളെ പരത്തുന്നതിനാൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നോക്കിക്കോ, കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നോക്ക്, ഇതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ടോ? ഇല്ല, ഇമാജിനറി ഫോക്കസ് ആയിരിക്കും അല്ലേ. അതായത് നോക്കി, ഇത് ലൈറ്റിന് വന്നു കഴിഞ്ഞാൽ ദൂരേക്ക് മാറ്റിക്കളയാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡൈവേർജിങ് ലെൻസ്, അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റുന്ന, ലൈറ്റിനെ വിഭജിപ്പിക്കാൻ പറ്റുന്ന ലെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നോക്ക്. ഓക്കെ, ഇനി അടുത്തത് നോക്ക്, പവർ ഓഫ് എ ലെൻസ്. ഓക്കെ, എന്താണ് പവർ ഓഫ് എ ലെൻസ്? നോക്ക്, പവർ ഓഫ് എ ലെൻസ്. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു converge or diverge light defined as the reciprocal of its focal length in meters. Okay, ലെൻസിൻ്റെ പവർ അല്ലേ, ലെൻസിൻ്റെ പവർ പ്രകാശത്തെ കൂട്ടിച്ചേർക്കാനോ പരത്താനോ ഉള്ള ലെൻസിൻ്റെ കഴിവാണ് ലെൻസിൻ്റെ പവർ. ഓക്കെ, മീറ്ററിലുള്ള ഫോക്കൽ ദൂരത്തിൻ്റെ റെസിപ്രോക്കലാണ് ഇത്. ഓക്കെ, ഫോക്കൽ ദൂരത്തിൻ്റെ റെസിപ്രോക്കലാണ് നമ്മുടെ പവർ ഓഫ് ലെൻസ്. നോക്കാം, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: P = 1/f, വേർ P എന്ന് പറയുന്നത് പവർ ഇൻ ഡയോപ്റ്റേഴ്സ്, ഡയോപ്റ്റേഴ്സിലുള്ള പവറും എഫ് എന്ന് പറയുന്നത് മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തുമാണ്. ഇനി സൈൻ ഓഫ് പവർ നോക്ക്,
പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നോക്ക്, പവറിന്റെ ചിഹ്നം. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവ് ആണ്, കോൺകേവ് ലെൻസിന്റെ എന്താണ്? നെഗറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ഇംഗ്ലീഷ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിങ് എ കോൺവെക്സ് ലെൻസ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കോൺവെക്സ് ലെൻസിനോട് കറക്റ്റ് ആയിട്ട് യോജിക്കുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് വിർച്വൽ ഇമേജ്. സെക്കൻഡ്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ റിയൽ ഇമേജ്. ഇറ്റ്സ് പവർ ഈസ് നെഗറ്റീവ്, ഇറ്റ് പവർ ഈസ് പോസിറ്റീവ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? നോക്ക്, ഇതിൽ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം ആണ് കറക്റ്റ്. കോൺവെക്സ് ലെൻസ് എന്താണ്? ഒരു റിയൽ ഇമേജ് ആണ് ഉണ്ടാക്കുക. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ റിയൽ ഇമേജ്. അതിന് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെയോ അതിന്റെ പവർ എന്താണ്? പോസിറ്റീവ് ആണ്. ഇത് രണ്ടുമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്ക്, ഇമ്പോർട്ടൻറ്റ് ലെൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഓക്കെ, എന്തൊക്കെയാണ്? നോക്ക്, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രധാന അക്ഷം. The straight line passing through the optical center and center of curvature of a lens. Okay, ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിലൂടെയും സെന്റേഴ്സ് ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ഒരു നേർരേഖയാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇനി എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ? ഓക്കെ, ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് ഇൻസൈഡ് എ ലെൻസ് ത്രൂ വിച്ച് എ റേ ഓഫ് ലൈറ്റ് പാസസ് വിത്തൗട്ട് അപ്രീഷ്യബിൾ ഡീവിയേഷൻ. നോക്ക്, പ്രകാശ രശ്മി കാര്യമായ വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകുന്ന ലെൻസിന്റെ ബിന്ദുവാണ് ഒപ്റ്റിക്കൽ സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയും. ഇനി എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? ഓക്കെ, പ്രധാന ഫോക്കസ്. നോക്ക്, ദ പോയിന്റ് വേർ പാരലൽ റേസ് കൺവേർജ് ഓർ അപ്പിയർ ഡൈവേർജ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ എ ലെൻസ്. ഓക്കെ, അതായത് ലെൻസിലൂടെ അപവർത്തനം സംഭവിച്ച ശേഷം സമാന്തര രശ്മികൾ കൂടിച്ചേരുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്നതായി തോന്നുന്ന ബിന്ദുവാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി എന്താണ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ദൂരം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക്കൽ സെന്റർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഒപ്റ്റിക്കൽ സെന്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഓ കേട്ടാ. ഇത് നോക്ക്, ഇത് പ്രിൻസിപ്പൽ റേ. ആദ്യം വരുന്നത് പ്രിൻസിപ്പൽ റേ, ഇത് സെൻട്രൽ റേ, ഇത് ഫോക്കൽ റേ. ഈ നടുവിലുള്ള സാധനമാണ് ഒപ്റ്റിക്കൽ സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം. ഓക്കെ, അതുപോലെ നോക്ക്, ഈ ഒരു ലൈറ്റ് കടന്നു പോണില്ലേ ഇവിടെ, ഈ നോർമലിലൂടെ കടന്നു പോകുന്ന ആ സാധനമാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ്. ഈ നടുവിലുള്ള വരെയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇമേജും ആ ഒരു ഫോക്കസും തമ്മിലുള്ള ലെൻസും ഫോക്കസും തമ്മിലുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇത് ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതുപോലെ ഇമേജും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്ക്, ഇനി ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി ഒബ്ജക്റ്റിന്റെ വസ്തുവിന്റെ സ്ഥാനം നോക്ക്, അതുപോലെ ഇമേജ് പൊസിഷൻ എങ്ങനെയാണ് അത് സ്വഭാവവും വലുപ്പവും. ഓക്കെ, നോക്ക്, 2F അല്ലെ, ബിയോണ്ട് 2F. 2Fന് അപ്പുറമാണെങ്കിൽ നോക്കിക്കോ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fനും 2Fനും ഇടയിലാണെങ്കിൽ നോക്ക്, റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് അല്ലേ, റിയൽ ആയിരിക്കും. അതുപോലെ ഇൻവേർട്ടഡ് തലതിരിഞ്ഞതായിരിക്കും. അതുപോലെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും കിട്ടുക. ഓക്കെ, യഥാർത്ഥവും തലകീഴായതും അതുപോലെ ചെറുതായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും എങ്ങനെ എവിടെ വെച്ച് കിട്ടുക? നോക്ക്, നമ്മൾ 2Fനെ വെച്ച് കഴിഞ്ഞാൽ
കിട്ടുക. ഓക്കെ, 2f വെച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, 2f അപ്പുറം വെച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, ഇനി അറ്റ് 2f. ഓക്കെ, അറ്റ് എന്താണ്? അറ്റ് 2f. ഓക്കെ, അറ്റ് 2f. 2fലോ 2fൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെയാണ് കിട്ടുക? നമുക്ക് 2fൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് റിയൽ ഇൻവേർട്ടഡ് സെയിം സൈസ് എന്താണ് യഥാർത്ഥ്യം, പിന്നെ തലകീഴായത്, അതുപോലെ അതേ വലുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ 2f വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇമേജ് കിട്ടുക? റിയൽ ആയിരിക്കും, അതുപോലെ തലതിരിഞ്ഞതായിരിക്കും, ഒരേ സൈസ് ആയിരിക്കും. യഥാർത്ഥ്യവും തലകീഴായതും അതേ വലുപ്പവും. ഇനി ബിറ്റ്വീൻ f ആൻഡ് 2f അല്ലേ, 2f f ഇടയിലാണെങ്കിലോ ബിയോണ്ട് 2f. 2f അപ്പുറമായിരിക്കും എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. ഓക്കെ, എവിടെ ഉണ്ടാവുക? 2f അപ്പുറമായിരിക്കും. നോക്ക്, അതും ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. നോക്ക്, യഥാർത്ഥവും തലകീഴായതും വലുതാക്കിയ ഇമേജും ആയിരിക്കും. ഇനി നോക്ക്, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ അല്ലെ, ഒപ്റ്റിക്കൽ സെന്ററിനും എഫിനും ഇടയിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നോക്ക്, സെയിം സൈഡ് ഓഫ് ലെൻസ് അല്ലെ, ലെൻസിന്റെ അതേ വശത്ത് എന്ത് ചെയ്യും? നമുക്ക് ഇമേജ് കാണാൻ പറ്റും. നോക്ക്, വിർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ്. ഓക്കെ, മിഥ്യ ഇമേജ് ആയിരിക്കും, അതുപോലെ നേരെ ആയിരിക്കും ആ ഇമേജ് ഉണ്ടാവുക, അതുപോലെ വലുപ്പം ഉണ്ടാവും ആ ഇമേജിന്. ഇനി നോക്ക്, കോൺകേവ് ലെൻസ് ഏത് പൊസിഷനിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും? നോക്ക്, അതിന്റെ ഇമേജ് എവിടെയായിരിക്കും? ഇമേജ് എവിടെയായിരിക്കും? ഒപ്റ്റിക്കൽ സെന്ററിനും ഫോക്കസിനും ഇടയിലായിരിക്കും അതിന്റെ ഇമേജ്. ഓക്കെ, കോൺകേവ് ലെൻസ് എവിടെ വെച്ചാലും എന്തായിരിക്കും? ഒപ്റ്റിക്കൽ സെന്ററിനും ഫോക്കസിനും ഇടയിലായിരിക്കും ഇമേജ്. അതുപോലെയോ ഓൾവേസ് വിർച്വൽ എറക്റ്റ് ഡിമിനിഷ്ഡ്. നോക്ക്, എല്ലായ്പ്പോഴും മിഥ്യ, നേരായത്, അതുപോലെ ചെറുതായിരിക്കും ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ 2 നോക്ക്, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഓഫ് എ കോൺവെക്സ് ലെൻസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? എന്താണ്? ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫിനും 2f ഇടയിൽ ഒരു വസ്തു വച്ചിരിക്കുന്നു. പ്രതിബിംബത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, ദ ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് 2f. ഇറ്റ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. നോക്ക്, 2f അപ്പുറം രൂപപ്പെടും. ഈ ഒരു ഇമേജ് എന്ത് ചെയ്യും? 2f അപ്പുറം രൂപപ്പെടും. അതുപോലെ എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിരിക്കും. ഓക്കെ, യഥാർത്ഥവും തലതിരിഞ്ഞതും കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ വലുതായിട്ടുള്ളതും ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ അല്ലെ, ലെൻസ് ഫോർമുലയും അങ്ങനെയുള്ള കാര്യങ്ങൾ. നോക്ക്, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് അലോങ് ഇൻസിഡന്റ് റേ ആർ പോസിറ്റീവ്. ഓക്കെ, ഇൻസിഡന്റ് റേന്റെ മറ്റേ കൂടെയുള്ള ദൂരങ്ങളൊക്കെ എന്താണ്? പോസിറ്റീവ് ആണ്. എഗെയിൻസ്റ്റ് ഇൻസിഡന്റ് റേ ആർ നെഗറ്റീവ്. ഇൻസിഡന്റ് റേക്ക് എതിരെയുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ നോക്ക്, ഹൈറ്റ് എബോവ് പ്രിൻസിപ്പൽ ആക്സിസ് പോസിറ്റീവ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലുള്ളത് എന്താണ്? പോസിറ്റീവും താഴെയുള്ളത് നെഗറ്റീവും ആണ്. ഓക്കെ, നോക്ക്, കാർട്ടീഷ്യൻ ചിഹ്ന സമ്പ്രദായം. ഇൻസിഡന്റ് ലൈറ്റിന്റെ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും വിപരീത ദിശയിൽ നെഗറ്റീവും. ഓക്കെ, മുകളിലായി ഉയരം പോസിറ്റീവ്, താഴേക്കുള്ള ഉയരം എന്താണ്? നെഗറ്റീവ്. ഇനി നോക്ക്, എന്താണ് ലെൻസ് ഫോർമുല? 1/f = 1/v - 1/u. ഓക്കെ, 1/v അല്ലെ, 1/v - 1/u ആണ് എന്ത്? ലെൻസ് ഫോർമുല. ഇനി മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താണ്? m = hi/h0 = v/u ആണ് എന്ത്? മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ. ഒരു സോൾവ്ഡ് പ്രോബ്ലം നോക്കാം. നോക്ക്, എ ലെൻസ് ഹാസ് എ എന്താണ്? ഒപ്റ്റിക്കൽ ഫോക്കൽ ലെങ്ത് ഓഫ് 20 cm. ഫൈൻഡ് ഇറ്റ്സ് പവർ. ഓക്കെ, ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 cm ആണ്, അതിന്റെ പവർ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ വരും? എഫ് = എന്താണ്? +20 cm ആണ്. അപ്പൊ അത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ +0.20 മീറ്റർ ആവും. ഇനി P = 1/f = എന്ത് വരും? 1/0.20 വരും. എത്ര കിട്ടും? 5 ഡയോപ്റ്റർ കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 5 ഡയോപ്റ്റർ എന്ന് കിട്ടും. ഓക്കെ, +5 ഡയോപ്റ്റർ. നോക്ക്, ഇത് എന്തിനാണ്? കോൺവെക്സ് ലെൻസിലാണ് കേട്ടോ. ഇനി നോക്ക്, സ്പെക്ടാക്കിൾ പവർ. നോക്ക്, എ പെർസ്ക്രിപ്ഷൻ ഓഫ് +1.00 ഡയോപ്റ്റർ ഇൻഡിക്കേറ്റ്സ് എ കോൺവെക്സ് ലെൻസ് വിത്ത് പവർ ഓഫ് 1 ഡയോപ്റ്റർ. അതായത് നോക്ക്, ഒരു +1 ഡയോപ്റ്ററിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺവെക്സ് ലെൻസ് എന്ത് വേണം? അതിന് കോൺവെക്സ് ലെൻസ് 1 ഡയോപ്റ്റർ പവറുള്ള കോൺവെക്സ് ലെൻസ് വേണം എന്നാണ്. ഓക്കെ, നോക്ക്, +1 ഡയോപ്റ്റർ എന്ന പ്രിസ്ക്രിപ്ഷൻ പോസിറ്റീവ് ലെൻസ് പവറുള്ള
കോൺവെക്സ് ലെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി വേവ്സിന്റെ കാര്യം ട്ടാ. നോക്ക്, എന്താണ് ഒരു വേവ്? ഓക്കെ, എന്താണ് ഒരു വേവ്? എ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ദ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. നോക്ക്, തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യത്തിന്റെ യഥാർത്ഥ കൈമാറ്റമില്ലാതെ എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്ത്? വേവ്. അല്ലെ, ഇങ്ങനെയൊക്കെ പോകും വേവ്. മനസ്സിലായി? ഇതാണ് സാധനം. വേവ് ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, ഇനി നോക്ക്, എന്താണ് വേവ് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. വെലോസിറ്റി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ഓക്കെ, ഇതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു 1/t ആണ്. ടൈം പീരീഡ് ടി ഈക്വൽ ടു 1/f ആണ്. ഇനി എന്താണ് ഫ്രീക്വൻസി? നോക്ക്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. അതിന്റെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. അല്ലെ, മലയാളത്തിൽ ആവൃത്തി എന്ന് പറയും. ഓക്കെ, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പൂർണ്ണ ഓസിലേഷന്റെ എണ്ണമാണ് ഇത്. SI യൂണിറ്റ് ഹെർട്സ് എന്ന് വരും. ഇനി എന്താണ് ടൈം പീരീഡ് ടി? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഫുൾ ഓസിലേഷൻ. ഒരു പൂർണ്ണമായിട്ടുള്ള ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ് എന്ത്? ടൈം പീരീഡ്. വേണമെങ്കിൽ ആവർത്തന കാലം എന്ന് പറയാം, പക്ഷെ ടൈം പീരീഡ് തന്നെയാണ് മലയാളത്തിലുള്ളത്. ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ടി ഈക്വൽ ടു 1/f. ഓക്കെ, ഇനി നോക്ക്, എ സിമ്പിൾ പെൻഡുലം ടേക്സ് 40 seconds to complete 10 oscillation. Find its period and frequency of another pendulum in resonance with it. നോക്ക്, ഒരു സിമ്പിൾ പെൻഡുലം, ഓക്കെ, ഒരു സിമ്പിൾ പെൻഡുലം 10 ഓസിലേഷൻസ് പൂർത്തിയാക്കാൻ 40 സെക്കൻഡ് എടുക്കുന്നു. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? പീരീഡും ഇതുമായിട്ട് റെസൊണൻസ് ചെയ്യുന്ന മറ്റൊരു പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ തന്നിരിക്കണത് ആദ്യം എഴുതുക. ആദ്യം എന്ത് തന്നിട്ടുണ്ട്? 10 ഓസിലേഷൻ പൂർത്തിയാക്കുന്നുണ്ട്, എഴുതുക. ഇനി എത്രയാണ് സമയം? 40. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് എന്താണ്? ടി ഈക്വൽ ടു 40 സെക്കൻഡ്. ഓക്കെ, ബൈ 10. അല്ലെ, എത്രയായി? 4 സെക്കൻഡ്. അല്ലെ, ഇനി ഫ്രീക്വൻസി എത്രയാണ്? നോക്ക്, എഫ് ഈക്വൽ ടു 1/t ഈക്വൽ ടു എത്ര വരും? 1/4 എന്ന് വരും. ഓക്കെ, ഓക്കെ, അപ്പോൾ 0.25 ഹെർട്സ് ആണ് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്ക്, റെസൊണേറ്റിംഗ് പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കണ്ടുപിടിച്ചത്. ഓക്കെ, റെസൊണേറ്റിംഗ് പെൻഡുലം എന്താണ്? റെസൊണേറ്റിംഗ് പെൻഡുലത്തിന് എന്തുണ്ട്? സെയിം ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അതായത് ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ഒരു പെൻഡുലത്തിന്റെ ഒരു ഓസിലേഷന്റെ ടൈമാണ് ഈ 4 സെക്കൻഡ് കേട്ടാ. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി എടുത്തത് 1/4. ഓക്കെ, ഇനി റെസൊണേറ്റിംഗ് പെൻഡുലത്തിന് എന്തായിരിക്കും ഉണ്ടാവുക? 0.2 ഹെർട്സ് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ഈ പറയുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിൽ ഉണ്ടാവുക. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നോക്ക്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. നോക്ക്, എന്തുണ്ടാക്കും? കംപ്രഷനും അല്ലെ, ക്ലോസ്ലി പാക്ഡ് പാർട്ടിക്കിൾസും റയർ ഫ്രാക്ഷൻ സ്പ്രെഡ് അപ്പാർട്ട് പാർട്ടിക്കിൾസും, അതായത് കൂടിയിരിക്കുന്ന പാർട്ടിക്കിൾസും കുറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസും ഉണ്ടാക്കും. പിന്നെ നോക്ക്, രേഖാംശ തരംഗം എന്താണ്? മാധ്യമത്തിലെ കണങ്ങൾ തരംഗ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന തരംഗമാണ് എന്ത്? രേഖാംശ തരംഗം. ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിന്റെ മലയാളമാണ്. ഇതില് സങ്കോചനങ്ങൾ, കംപ്രക്ഷൻസ്, നേരെ കൂടിച്ചേർന്ന് ഇരിക്കുന്ന പാർട്ടിക്കിൾസ്, നേരത്തെ പറഞ്ഞ സാധനം. അതുപോലെ എന്തുണ്ടാവും? വിരള കിരണങ്ങളും റയർ ഫ്രാക്ഷൻസും ഉണ്ടാകും. ഓക്കെ, ഇനി എന്താണ് സോൾവ്ഡ് പ്രോബ്ലം 3? നോക്ക്, എന്തിനെ കുറിച്ചാണ്? 6 compression and 6 rare fractions are formed in 2 seconds. Find the frequency. അല്ലെ, എന്ത് പറഞ്ഞിട്ട്? 6 കംപ്രക്ഷൻ, 6 സങ്കോചനങ്ങളും അല്ലെ, 6 സങ്കോചനങ്ങളും 6 വിരളീകരണങ്ങളും അല്ലെ, 6 കംപ്രക്ഷനും 6 റയർ ഫ്രാക്ഷനും 2 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നോക്ക്, ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്രക്ഷൻ പ്ലസ് ഒരു റയർ ഫ്രാക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ 6 കംപ്രക്ഷൻ പ്ലസ് 6 റയർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? 6 കംപ്ലീറ്റ് വേവ്സ് ആണ്, 6 കംപ്ലീറ്റ് തരംഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസി ഈക്വൽ ടു എഫ് ഈക്വൽ ടു 6/2 സെക്കൻഡ്സ് ചെയ്താൽ മതി. എന്ത് കിട്ടും? 3 ഹെർട്സ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നോക്ക്, എർത്ത് ക്യൂക്കും അതുപോലെ സൗണ്ടും. ഓക്കെ, എർത്ത് ക്യൂക്കും അതുപോലെ സൗണ്ടും.
നോക്ക് സെസ്മിക് വേവ്സ്. ഓക്കെ, waves produced and propagated through earth during earthquakes and volcanic eruptions. ഓക്കെ, ഭൂകമ്പ തരംഗങ്ങൾ എന്താണ്? ഭൂകമ്പ സമയത്ത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ് സീസ്മിക് വേവ്സ്. ഓക്കെ, പിന്നെ എന്താണ് റിക്ടർ സ്കെയിൽ? ഓക്കെ, റിക്ടർ സ്കെയിൽ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ആൻഡ് എക്സ്പ്രസ് ദ ഇന്റൻസിറ്റി ഓർ എനർജി ഓഫ് എർത്ത്. ഓക്കെ, റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പത്തിന്റെ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. പിന്നെ നോക്ക് എന്താണ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് സോണാർ. ടെക്നിക് ദാറ്റ് യൂസസ് റിഫ്ലക്റ്റഡ് അൾട്രാസൗണ്ട് വേവ്സ് ടു ഡിറ്റക്ട് ആൻഡ് ഡിറ്റർമൈൻ ദ ഡിസ്റ്റൻസ് ഓഫ് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്. എന്താണ് സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളുടെ ദൂരം കണ്ടെത്താൻ റിഫ്ലക്റ്റഡ് അൾട്രാസോണിക് തരംഗങ്ങളെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? സോണാർ. അതിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. ഓക്കെ, ഇനി ഒരു സോൾവ്ഡ് പ്രോബ്ലം നോക്ക്. എ സോണാർ സിഗ്നൽ റിട്ടേൺസ് ആഫ്റ്റർ 0.5 seconds. അങ്ങനെയെങ്കിൽ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് 1500 m/s. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ. എവിടെയാണ് ആ ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ളത്? അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഒരു സോണാർ സിഗ്നൽ എന്താണ്? 0.5 സെക്കൻഡ് കഴിഞ്ഞാണ് തിരിച്ചിട്ട് തന്നിരിക്കണതെല്ലാം എഴുതാം. ഇനി വെള്ളത്തില് സൗണ്ടിന്റെ സ്പീഡ് എന്താണ്? 1500 m/s ആണ്. ഇത് രണ്ടും എഴുതുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒബ്സ്റ്റക്കിളിന്റെ ദൂരം കണ്ടുപിടിക്കണം. നോക്ക്, d = v × t/2 ആണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്താണ്? d = v × t/2 ആണ്. അപ്പൊ എന്താണ് ഇവിടെ? v എന്താണ്? സ്പീഡ് എന്താണ്? 1500 ആണ് എഴുതുക. ഇൻറ്റു ടൈം എത്രയാണ്? 0.5 സെക്കൻഡ് ആണ് എഴുതുക അല്ലേ? ബൈ എന്താണ്? നമ്മൾ 2 ഇടുക അല്ലെ? അപ്പൊ എന്ത് വരും? 750/2 375 മീറ്റർ കിട്ടും. ഇനി നോക്ക്, പ്രിസവും ഡിസ്പേർഷനും. ഓക്കെ, എന്താണ് ഒരു പ്രിസം? നോക്ക്, എ ട്രാൻസ്പാരന്റ് റിഫ്രാക്റ്റിംഗ് മീഡിയം ബൗണ്ടഡ് ബൈ പ്ലെയിൻ സർഫേസസ് ഇൻക്ലൈനഡ് ടു ഈച്ച് അതർ. നോക്ക്, പരസ്പരം ചരിഞ്ഞിരിക്കുന്ന പ്ലെയിൻ സർഫേസ് കൊണ്ട് അതിരിടപ്പെട്ട സുതാര്യമായ റിഫ്രാക്റ്റിംഗ് മീഡിയമാണ്, അപവർത്തന എന്താണ് മാധ്യമമാണ് എന്ത്? പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്? നോക്ക്, the splitting of composite white light into its constituent 7 colors: വിഡ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ, പ്രകാശത്തിന്റെ വർണ്ണ വിക്ഷേപണം എന്ന് നമ്മൾ ഇതിനെ പറയും. ഓക്കെ, വൈറ്റ് ലൈറ്റ് അതിന്റെ ഘടക വർണ്ണങ്ങളായി 7 നിറങ്ങളായി വിഡ്ജിയോറായി പിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? ഡിസ്പേർഷൻ. ഓക്കെ, ഇനി ഡീവിയേഷൻ ത്രൂ പ്രിസം അല്ലെ? നോക്ക്, ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആൻഡ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, ഷോർട്ടർ വേവ് ലെങ്ത് അണ്ടർഗോസ് ഗ്രേറ്റർ ഡീവിയേഷൻ. നോക്ക്, പ്രിസത്തിലൂടെയുള്ള വ്യതിയാനം അല്ലെ? ഡീവിയേഷൻ മാധ്യമത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പ്രകാശത്തിന്റെ വേവ് ലെങ്തിനും എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നു. കുറഞ്ഞ വേവ് ലെങ്ത് എന്ത് ചെയ്യും? കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നു. പിന്നെയോ കളർ ഓർഡർ ഇൻ സ്പെക്ട്രം അല്ലെ? കളർ ഓർഡർ ഇൻ സ്പെക്ട്രം. നോക്ക്, വയലറ്റ് ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, റെഡ് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ഹെൻസ് വയലറ്റ് ഈസ് അറ്റ് ബോട്ടം P ആൻഡ് റെഡ് ഈസ് അറ്റ് ടോപ്പ് Q. നോക്ക്, സ്പെക്ട്രത്തിലെ നിറങ്ങളുടെ ക്രമം എങ്ങനെയാ വരിക? വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കാണിക്കും, റെഡ് ഏറ്റവും കുറവ് ഡീവിയേഷൻ കാണിക്കും. പിന്നെയോ അതിനാൽ സ്പെക്ട്രത്തിന്റെ താഴെ വയലറ്റും മുകളിൽ എന്തായിരിക്കും? ചുവപ്പും ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഓക്കെ, എന്താണിത്? നോക്ക്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ. എന്താണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ? ഇൻവിസിബിൾ റേഡിയേഷൻ റെസ്പോൺസിബിൾ ഫോർ മേജർ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് സോളാർ റേഡിയേഷൻ. ഇൻഫ്രാറെഡ് വികിരണം അല്ലെ? സൂര്യപ്രകാശത്തിലെ ചൂടിന് പ്രധാനമായും കാരണമാകുന്ന വികിരണമാണ് എന്ത്? ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ? നോക്ക്, റേഡിയേഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസൈസ് ഓഫ് വിറ്റാമിൻ ഡി ഇൻ ദ ഹ്യൂമൻ ബോഡി അല്ലെ? അൾട്രാസൗണ്ട് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് തരംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അൾട്രാ സൗണ്ട് അല്ല, അതെന്തോ മിസ്റ്റേക്ക് വന്നാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ എന്ന് പറയും. നോക്ക്, മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വികിരണമാണ് എന്ത്? അൾട്രാ വയലറ്റ് വികിരണം. നോക്ക്, സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. നോക്ക്,
all electromagnetic waves travel at speed of light in vacuum c equal to 3 into 10 raised to 8 meter per second. എന്താണ്? എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങളും ശൂന്യതയിൽ എന്ത് ചെയ്യും? പ്രകാശ വേഗതയിൽ, അതായത് c equal to 3 into 10 raised to 8 meter per second 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കും. ഇല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഇല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നതാണ്. ഓക്കെ, ഇനി പാർട്ട് എഫ് അല്ലെ, റെസണൻസും നാച്ചുറൽ ഫ്രീക്വൻസിയും. നോക്ക്, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? ദ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി വിത്ത് വിച്ച് എ ബോഡി വൈബ്രേറ്റ്സ് ഫ്രീലി വെൻ ഡിസ്ട്രിബ്യൂട്ടഡ്. നോക്ക്, സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബോഡി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. നോക്ക്, നിർബന്ധിത കമ്പനം ഒരു ബാഹ്യ പീരിയോഡിക് ഫോഴ്സ് മൂലം അല്ലെ, അതായത് പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അല്ലെ, അങ്ങനെയുള്ള ഫോഴ്സ് മൂലം ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ നിർബന്ധിത ദോലനം അല്ലെങ്കിൽ നിർബന്ധിത കമ്പനം എന്ന് പറയും. ഓക്കെ, ഇനി നോക്ക്, എന്താണ് റെസൊണൻസ് അല്ലെ? when the frequency of the external applied periodic force equals the natural frequency of the vibrating body, the body vibrates with a large amplitude. നോക്ക്, അനുരണനം അല്ലെ, റെസൊണൻസ് ബാഹ്യ പീരിയോഡിക് ഫോഴ്സ് അല്ലെ, ബാഹ്യ പീരിയോഡിക് ഫോഴ്സിന്റെ, അതായത് പീരിയോഡിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന അല്ലെ, ചാക്രികമായിട്ട് ഒരേപോലെ വരുന്ന ഒരു ഫോഴ്സ് അല്ലെ, അതിന്റെ ഫ്രീക്വൻസി വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് എന്താണ്? തുല്യമാകുമ്പോൾ വലിയ ആംപ്ലിറ്റ്യൂഡിൽ കമ്പനം ചെയ്യുന്ന പ്രതിഭാസമാണ് എന്ത്? റെസൊണൻസ് എന്ന് പറയണത്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ നോക്ക്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നാച്ചുറൽ ഫ്രീക്വൻസി: ലെങ്ത്, മെറ്റീരിയൽ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ടെൻഷൻ ഓഫ് വൈബ്രേറ്റിംഗ് ബോഡി. ഓക്കെ, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ നീളം, സാന്ദ്രത, സാന്ദ്രത അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ, അതുപോലെ വലിമുറുക്കം. നോക്ക്, ഒരു പ്രോബ്ലം തന്നിട്ട് എന്താണ്? എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz causes only wire B to vibrate strongly. What is the natural frequency of B? അല്ലെ, 512 Hz ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കുമ്പോൾ ബി വയർ മാത്രം ശക്തമായി വൈബ്രേറ്റ് ചെയ്യുന്നു. ബിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? നോക്ക്, സ്ട്രോങ് വൈബ്രേഷൻ ഇൻഡിക്കേറ്റ്സ് റെസൊണൻസ്. ഓക്കെ, അറ്റ് റെസൊണൻസ് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു അപ്ലൈഡ് ഫ്രീക്വൻസി. ഒരേ ഫ്രീക്വൻസി ആയിരിക്കും, എത്രയായിരിക്കും? 512 Hz. ഇനി എന്താണ് ഒരു മൈക്രോസ്കോപ്പ്? എന്താണ് ഒരു മൈക്രോസ്കോപ്പ്? നോക്ക്, മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ എന്താണ്? An optical instrument used to view magnified images of tiny objects. Okay, മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ എന്താണ്? ചെറിയ വസ്തുക്കളുടെ വലിയ പ്രതിബിംബം കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രകാശിക ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ്? നോക്ക്, ദ ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്. നോക്ക്, ഇറ്റ് ഹാസ് എ വെരി സ്മോൾ ഫോക്കൽ ലെങ്ത് ആൻഡ് സ്മോൾ അപ്പർച്ചർ. ഓക്കെ, ഒരു ചെറിയ ഫോക്കൽ ലെങ്തും അതുപോലെ സ്മോൾ അപ്പർച്ചറും ആയിരിക്കും കേട്ടോ. വസ്തുവിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതിന് വളരെ ചെറിയ ഫോക്കൽ ദൂരവും ചെറിയ അപ്പർച്ചറും ആണ് ഉള്ളത്. ഇനി എന്താണ് ഐ പീസ് ലെൻസ്? നോക്ക്, ദ ലെൻസ് നിയർ ദ ഐ ത്രൂ വിച്ച് ദ ഫൈനൽ ഇമേജ് ഈസ് വ്യൂഡ്. ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. നോക്ക്, ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത് കണ്ണിനോട് ചേർന്നിരിക്കുന്ന ലെൻസ് ആണ്. ഓക്കെ, ഇതിന്റെ ഫോക്കൽ ദൂരം ഒബ്ജക്റ്റീവിനേക്കാൾ എന്തായിരിക്കും? കൂടുതലാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്ക്. ദ ഒബ്ജക്റ്റീവ് ഫോംസ് എ റിയൽ inverted magnified intermediate image. This intermediate image acts as the object for eyepiece, which produces a highly magnified virtual final image. നോക്ക്, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒബ്ജക്റ്റീവായ ചെറിയ വസ്തുവിന്റെ റിയൽ ഇൻവെർട്ടഡ് മാഗ്നിഫൈഡ് ഇന്റർമീഡിയറ്റ് ഇമേജ് ഉണ്ടാകുന്നു. ഇതെന്താണ്? ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിച്ച് വളരെ വലുതായ ഫൈനൽ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. ഇനി നോക്ക്, പാർട്ട് എച്ച്. ഓക്കെ, പാർട്ട് എച്ച് നോക്ക്, എന്താ പറയുന്നത്? കോംപ്രഹെൻസീവ്. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് അവർ തന്നിരിക്കുന്നത്.
നോക്ക്, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 10 സെന്റിമീറ്റർ. An object of height 1.2 centimeter is placed 15 centimeter in front of lens. Find the screen position and height of image. നോക്ക്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ദൂരം 10 സെന്റിമീറ്റർ ആണ്. 1.2 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു ലെൻസിൽ നിന്ന് 15 സെന്റിമീറ്റർ അകലെ വച്ചിരിക്കുന്നു. സ്ക്രീൻ സ്ഥാപിക്കേണ്ട ദൂരവും പ്രതിബിംബവും ഉയരവും എന്ത് ചെയ്യണം? കണ്ടെത്തണം. അങ്ങനെയെങ്കിൽ നോക്ക് അങ്ങനെയെങ്കിൽ നോക്കിക്കോ, നോക്ക് എങ്ങനെ നമ്മൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുക? ഒരു ഗിവൺ ഡാറ്റ വിത്ത് സൈൻ കൺവെൻഷൻ. നോക്ക്, ഫോക്കൽ ലെങ്ത് ഫോർ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഫോർ എന്താണ്? കോൺവെക്സ് ലെൻസ്. എഫ് ഈക്വൽ ടു എന്താണ്? പ്ലസ് 10 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ഈക്വൽ ടു -15 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഹൈറ്റ് എച്ച് നോട്ട് ഈക്വൽ ടു പ്ലസ് 1.2 സെന്റിമീറ്റർ ആണ്. ഇനി നോക്കി ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ആദ്യം ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായ? ഇനി നോക്ക്, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നോക്ക്, ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ലെൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. എന്താണ് ലെൻസ് ഫോർമുല? 1/f = 1/v - 1/u അല്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? അപ്പൊ എങ്ങനെ നമുക്ക് അത് ചെയ്യാൻ പറ്റും? 1/10 = 1/v - 1/-15. ഓക്കെ, നോക്ക്, പിന്നെ ഇവിടെ ഈ സൈൻ എന്ന് പറയുന്നത് നോക്ക്, ഫോക്കൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, അതുപോലെ ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നോക്ക്, 1/10 അല്ലെ? 1/10 = 1/v + 1/15 എന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് 1/v = 1/10 - 1/15 വരും. അപ്പൊ എന്ത് വരും? നോക്ക്, 3 - 2/30 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും, ഇല്ലെങ്കിൽ നോക്ക് അങ്ങനെ കേട്ടോ. അപ്പൊ നോക്ക്, എന്താണ് 3/2/30 എന്നുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 1/30 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ v എത്രയാണ്? +30 സെന്റിമീറ്റർ ആവും. ഇനി ദ സ്ക്രീൻ മസ്റ്റ് ബി പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ് ഓൺ ദ അതർ സൈഡ്. നോക്ക്, ലെൻസിന്റെ മറുവശത്ത് 30 സെന്റിമീറ്റർ അകലത്തിൽ എന്ത് സ്ഥാപിക്കണം? സ്ക്രീന് സ്ഥാപിക്കണം. ഇനി ലാസ്റ്റ് മാഗ്നിഫിക്കേഷൻ ഇമേജ് കണ്ടുപിടിക്കാം. നോക്ക്, m = v/u = +30 / -15 = -2. ഓക്കെ, ഇനി hi/h0. ഓക്കെ, -2 = hi/1.2. ഓക്കെ, hi = -2.4 സെന്റിമീറ്റർ ആണ്. ഇനി ഇംഗ്ലീഷ്, ഇമേജിന്റെ ഹൈറ്റ് എന്താണ്? ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ്? 2.4 സെന്റിമീറ്റർ ആണ്. അതുപോലെ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിയലും ഇൻവേർട്ടഡും ആണ് എന്നാണ്. നോക്ക്, പ്രതിബിംബത്തിന്റെ ഉയരം 2.4 സെന്റിമീറ്റർ ആണ്. നെഗറ്റീവ് സൈന് പ്രതിബിംബം ഇൻവേർട്ടഡ് ആണെന്ന് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഓക്കെ, ആ ഇക്വേഷൻസ് ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ഓഡിബിൾ റേഞ്ച്, ഇൻഫ്രാസൗണ്ട്, അതുപോലെ അൾട്രാസൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു സോൾവ്ഡ് പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, നോക്ക്, ഇൻഫ്രാസൗണ്ട്. എന്താണ് ഇൻഫ്രാസൗണ്ട്? നോക്ക്, ഇൻഫ്രാസൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? ബിലോ 20 Hz. ഓക്കെ, 20 Hz താഴെ ആയിരിക്കും ഇൻഫ്രാസൗണ്ടിന്റെ ഈ പറയുന്ന ഫ്രീക്വൻസി റേഞ്ച്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നോക്ക്, ഇൻഓഡിബിൾ ടു ഹ്യൂമൻ ഇയേഴ്സ്. നമ്മുടെ കാതുകൾക്ക് എന്ത് കേൾക്കില്ല? ഈ പറയുന്ന ഇൻഫ്രാസൗണ്ട് 20 Hz താഴെയുള്ള സൗണ്ട് കേൾക്കില്ല. ഇനി ഓഡിബിൾ സൗണ്ട്. ഓക്കെ, ശ്രവണ യോഗ്യമായ ശബ്ദം. നോക്ക്, 20,000 Hz മുതൽ 20,000 Hz വരെയാണ് എന്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. ഓക്കെ, നോർമൽ ഹിയറിംഗ് റേഞ്ച് ഓഫ് ഹെൽത്തി ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഈ ഓഡിബിൾ സൗണ്ട് 20 Hz മുതൽ 20,000 Hz വരെയുള്ള സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? കേൾക്കാനായിട്ട് പറ്റുന്നു. ഇനി അൾട്രാസൗണ്ട്. എന്താണ് അൾട്രാസൗണ്ട്? നോക്ക്,
ഇൻഓഡിബിൾ ഹൈ ഫ്രീക്വൻസീസ് യൂസ്ഡ് ഇൻ സോണാർ മെഡിക്കൽ സ്കാൻസ്. ഓക്കെ, സോണാർ മെഡിക്കൽ സ്കാനുകളിൽ ഉപയോഗിക്കുന്ന സൗണ്ടാണ് ഹൈ ഫ്രീക്വൻസി, കാരണം ഇതും നമുക്ക് എന്ത് ചെയ്യില്ല, കേൾക്കില്ല. ഇനി നോക്ക്, സോൾവ്ഡ് പ്രോബ്ലംസ് അല്ലേ. എ സൗണ്ട് ട്രാവൽസ് അറ്റ് 350 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് എ വേവ് ലെങ്ത് ഓഫ് 70 മീറ്റർ. അങ്ങനെയെങ്കിൽ മനുഷ്യന് അത് കേൾക്കാൻ പറ്റുമോ നോക്കാം. 350 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ശബ്ദത്തിന്റെ വേവ് ലെങ്ത് 70 മീറ്റർ ആണ്. മനുഷ്യർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമോ, കേൾക്കാൻ കഴിയുമോ? സൊല്യൂഷൻ, ആദ്യം വേവ് ഫോർമുല എഴുതുക. പിന്നെയോ എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ ഈക്വൽ ടു 350/70 എഴുതുക. ഈക്വൽ ടു എന്ത് കിട്ടും, 5 ഹെർട്സ് കിട്ടും. നോക്ക്, സിൻസ് 5 ഹെർട്സ് ഈസ് ബിലോ 20 ഹെർട്സ് ഇറ്റ് ഈസ് ഇൻഫ്രാസൗണ്ട് ആൻഡ് കനോട്ട് ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്. നോക്ക്, ഇത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 5 ഹെർട്സ് ആണ്. 5 ഹെർട്സ് 20 ഹെർട്സിൽ താഴെയാണ്. അതുകൊണ്ട് ഇത് ആർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല, മനുഷ്യന്മാർക്ക് കേൾക്കാനായിട്ട് ഈ സൗണ്ട് സാധിക്കില്ല. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നോക്ക്. പവർ ഓഫ് ലെൻസ് P ഈക്വൽ ടു 1/f ആണ്. ഓക്കെ, ലെൻസ് ഫോർമുല 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ m ഈക്വൽ ടു hi/h0 ഈക്വൽ ടു v/u ആണ്. ഇനി വേവ് ആൻഡ് സ്പീഡ് ഇക്വേഷൻ v ഈക്വൽ ടു f ലാംഡ ആണ്. ഫ്രീക്വൻസി ആൻഡ് പീരീഡ് f ഈക്വൽ ടു 1/t ഓർ t ഈക്വൽ ടു 1/f ആണ്. സോണാർ അല്ലെങ്കിൽ ഇക്കോ ഡിസ്റ്റൻസ് d ഈക്വൽ ടു v ഇൻറ്റു t/2 ആണ്. ഓക്കെ, ഇവിടെ ഡിവൈഡ് ബൈ 2 ഫോർ റൗണ്ട് ട്രിപ്പ് എക്കോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ പഠിക്കുക.